കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വരും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം, ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല. നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്. അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കിയെടുക്കുന്നതെന്ന് മാത്രം നിങ്ങൾ ബോധിപ്പിക്കുകയാണ്. അത് നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ വ്യക്തമാക്കിയെങ്കിലും അതിലൊരു ശക്തിക്കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചെയർപേഴ്സൺ പോയാൽ യെസ് ശ്രീ ബാബുവിന് അങ്ങനെ ഒരു വിഷമമുണ്ടെങ്കിൽ അതിന് പ്രസക്തിയുണ്ട്. പക്ഷെ ഇത് തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പേടിക്കണ്ട. 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ഇപ്പോ അവരുടെ ഒരു അവിശുദ്ധ നിഗൂഢ ഒത്തുചേരലുണ്ടല്ലോ, ഇതിനവർക്ക് നല്ല തലക്കടി കൊടുത്തോളും. ഉറപ്പാണ്. അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. തൃശ്ശൂര് മാർച്ച് 8-ാം തീയതിയോ മറ്റുമാണ് 2023 ശ്രീ അമിത്ഷാജി വന്ന് സ്റ്റേജിൽ നിർബന്ധപൂർവമാണ്, എനിക്കെന്താ പ്രസംഗിക്കേണ്ടെന്ന് അറിയില്ലായിരുന്നു, എന്നെ പെട്ടെന്ന് മേളയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെന്നത്. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ പറ്റിയപ്പോ ആപ്കെ ബാത് ആപ് ജായിയെ എന്ന് ഓർഡർ ചെയ്യുകയാണ്. അതിന് മുമ്പ് 2019 വേദിയിൽ എനിക്ക് വേണ്ടി പ്രചരണത്തിന് വിഷുവിന്റെ അന്നാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് പ്രചരണമില്ല, വിഷുവായതുകൊണ്ട്. അന്ന് വേദിയിൽ വന്ന് അദ്ദേഹം സംസാരിച്ച് വിഷ് ചെയ്ത് തിരിച്ച് അദ്ദേഹത്തിന്റെ കാറിലേക്ക് പോകാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി തുടങ്ങുമ്പോ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. ഞാൻ നടന്നു ചെല്ലുമ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്ന് ഒരു ആലിംഗനം എന്ന് പറയുന്നതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അന്നാണ് അറിഞ്ഞത്. അന്ന് ആ ആലിംഗനം ചെയ്തുകൊണ്ട് എന്റെ കാതിലേക്ക് ഓർത്തു, മാറോ മാറോ ജീത് കെ ആവോ, ജയിച്ച് മാത്രം വരും എന്ന് പറഞ്ഞ ഒരു എനർജി. ഒന്നും നേരത്തെ പഠിച്ചു വെച്ചോ അല്ലെങ്കിൽ നിശ്ചയിച്ചു വെച്ചോ ഇപ്പോൾ ഈ വർത്തമാനം പോലും ഞാൻ വിചാരിച്ച വർത്തമാനമേ അല്ല വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ രാഷ്ട്രീയ വഴിയിലുള്ള അനുഭവങ്ങളുടെ ഒരു ചർച്ച ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ, ആ ചർച്ചയ്ക്ക് വേണ്ടുന്ന മെറ്റീരിയൽ മാത്രമാണ് ഞാൻ ഇടുന്നത്. ഞാനിങ്ങനെയാണ് വന്നത്. ഇത് മാതൃകയാക്കണമെന്നൊന്നും പറയാനുള്ള അത്രയും വലിയ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. പക്ഷെ എന്റെ അനുഭവങ്ങൾ അത് എന്റെ നേതാക്കന്മാർ നിശ്ചയിച്ച ഒരു ഗേഹത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ അത് അവലംബിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന അന്വേഷണം നിങ്ങൾക്ക് വേണം. അന്ന് അമിത്ഷാജി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ മൈക്കിൽ വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തോ ഒരു ട്രാൻസിലാണ് ഞാൻ ആ പ്രസംഗം മുഴുവൻ നടത്തിയത്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, എനിക്ക് തൃശ്ശൂർ ഇഷ്ടപ്പെട്ടു, എനിക്ക് നിങ്ങൾ ഈ തൃശ്ശൂർ കരണം, ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഞാൻ ഈ തൃശ്ശൂരിനെ എടുക്കുക. ഒരു ട്രാൻസിലാണിത് പറയുന്നത്. ഭയങ്കര അമിതമായ ആഗ്രഹത്തോടെയാണ് അത് പറഞ്ഞത്. ആ വഴി വടക്കുന്നാഥൻ കേട്ടു, അത് എത്തിക്കേണ്ടിടത്തെല്ലാം എത്തിച്ചു. 2023 ഇതുപോലൊരു ട്രാൻസിലാണ് ഞാൻ പോയി മൈക്കിൽ നിന്ന് സംസാരിക്കുന്നത്. അന്ന് ഇവിടെ പുകഞ്ഞ് പ്രജകൾ മുഴുവൻ ആശുപത്രികളിൽ ചെന്നമരുകയാണ് അല്ലേ? ഇവിടുത്തെ കുപ്പത്തൊട്ടി
കത്തി പുക വമിച്ച് ബ്രഹ്മപുരം. കേരള സർക്കാർ നിങ്ങൾക്ക് പ്രാപ്തിയില്ലെങ്കിൽ ഇവിടെ വരും. അതിന് പ്രാപ്തിയുള്ള മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, ദിവസങ്ങൾ കൊണ്ട് ഈ പ്രശ്നം തീർത്തരുമെന്ന് പറഞ്ഞെടുത്ത് കേരള സർക്കാരിന് അത് ഒരാഴ്ചക്കാലം കൊണ്ട് അത് ചെയ്യാനുള്ള ആർജവം അന്ന് ലഭിച്ചു. ആ ആർജവത്തിന്റെ പിന്നിൽ ഭയം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നികൃഷ്ട ഭരണ രാഷ്ട്രീയ പ്രവർത്തകരെ ഭയപ്പെടുത്താനും നമുക്ക് സാധിക്കും. അവരുടെ മുന്നിലെ ഭീഷണിയായിരിക്കണം നമ്മൾ. ജനങ്ങൾക്ക് ഭീഷണി മുഴക്കാനുള്ള പ്രാപ്തി നഷ്ടപ്പെട്ടെടുത്ത് നമുക്ക് ജനങ്ങളുടെ ഭീഷണി മുഴക്കുന്ന ഒരു സംഘമായി മാറാൻ സാധിച്ചതിന്റെ ഫലമാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നമുക്ക് ഒരു കുതിപ്പ് നേടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള മണ്ണുറപ്പ് നമ്മുടെ കാൽച്ചുവടുകളിൽ വന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. അതിന്റെ ടെമ്പോ ഒട്ടും ലൂസ് ചെയ്യാതെ അങ്ങനെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പറ്റാത്തതൊന്നും ഏൽക്കരുത്, പറ്റുന്നതേ ഏൽക്കാവൂ. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ എന്നുവരെ കൃത്യമായി പറയും. ഇതെന്നെ കൊണ്ട് പറ്റാത്തതാണ്, ഇത് ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞ് ഇളിച്ച് കാണിച്ച് മേടിച്ച് വെച്ച് വഞ്ചിച്ച് വിടാൻ ഞാൻ തയ്യാറല്ല. അത് ഇനിയും ചെയ്യില്ല. ഈ പണി അവസാനത്തിലേക്ക് വെക്കാനും ചെയ്യില്ല. അതങ്ങനെ തന്നെയാണ്. അവർക്കൊക്കെ വശമുള്ളത് ആ തട്ടിപ്പ് രാഷ്ട്രീയമാണ്. പറ്റില്ല. ഞാൻ അവസാനിപ്പിച്ച് വീട്ടിൽ പൊയ്ക്കണം, എങ്ങും പോവില്ല. കാരണം ഈ രാഷ്ട്രീയ പ്രാപ്തി, ഈ രാഷ്ട്രീയത്തിന്റെ ഭരണപ്രാപ്തി എന്റെ നേതാക്കളിലൂടെ അതിന്റെ പാരമ്യതയിൽ ഞാൻ കണ്ടു, അനുഭവിച്ചു. ആ അനുഭവവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തിന് വേറെ എങ്ങോട്ടെങ്കിലും പോകണം? നടക്കുന്ന കാര്യമേ അല്ല. ഇനി വരാൻ പോകുന്നത്, ഇവർക്ക് ശേഷം ആരെന്ന് പറഞ്ഞ് ആനന്ദിക്കുന്ന ഒരു വർഗമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അന്താളിച്ചോളൂ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വലിയ സംഘം ഇവരുടെ പിന്നിലുണ്ട്. മുന്നിലേക്ക് വരുന്ന സാധ്യത അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പണിയിലും കൂടിയാണ് ഞങ്ങളുടെ നേതാക്കൾ ഇപ്പോഴും അമർന്നിരിക്കുന്നത്. അതും അവരുടെ ഫ്ലോർ പ്ലാനിലുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനി ഇത് ഒരു പിശാചുക്കൾക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാരതത്തിലുണ്ട്. കേരളത്തിലും ഒരു വലിയ, ഞാൻ പറഞ്ഞു, മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ട്. അത് വലിയ ഒരു നിശ്ചയമാറ്റത്തിലേക്ക് നിങ്ങളെ പ്രാപ്തരാണ്. ശീഘ്രം കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അത് കേരളത്തിന്റെയും കൂടി നന്മയിലേക്ക് വന്ന് ചേരുന്ന ഭാരത ഭരണത്തിന്റെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ വരണം. ഡബിൾ എഞ്ചിൻ സർക്കാർ അല്ല. പഞ്ചായത്തുകൾ മോദി ഭരണത്തിന്റെ ഒരു വലയത്തിനുള്ളിൽ വന്നാൽ എന്തും സാധ്യമാകും എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ആ പ്രഖ്യാപനം ഇവിടെ നടത്തുന്നു. എന്തും സാധ്യമാകും. എല്ലാവരും ഇപ്പൊ ലഭിച്ച ആവേശം 2030 നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരെയും ഇതേ ആർജവത്തോടെ, ഇതേ ചൂടോടെ, വീറോടെ കാത്തു സൂക്ഷിച്ച് ഭരണ നിർവഹണ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് തന്നെ സാധ്യമാകുന്നതെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ട് ആരെയും പറഞ്ഞ് പറ്റിക്കാതെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് അത് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കുന്ന അതിനുള്ള മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജയിച്ചു വന്നവരെയും ജയിക്കാൻ സാധിക്കാതെ പോയവരുടെ നേരെയും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അതേ പ്രവർത്തനം അവർക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു 38 പേരിൽ കുറയാതെ ജയിച്ചു വരാനുള്ള അന്തരീക്ഷം തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞത് 36-38
ഇപ്പോഴും ഞാൻ പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ ഞാൻ വേണമെങ്കിൽ അതിന്റെ കണക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് ഉണ്ണികൃഷ്ണൻ മാഷ് നൽകിയിരിക്കുന്ന ഡേറ്റ വെച്ച് എനിക്കത് പറഞ്ഞു തരാൻ സാധിക്കും. അത് കവർ ചെയ്യാനുള്ള ഒരു തന്ത്രമാണ്, ഒരു സ്ട്രാറ്റജി. അത് ഷൈജുവിന്റെ കൂടെ നിൽക്കുന്ന 2 ജില്ലാ പ്രസിഡന്റുമാരുണ്ട്. ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്താണ് അമിത് ഷാജി പറഞ്ഞു പോയത്? 20 സീറ്റ് നിശ്ചയം കുറിച്ചുകൊണ്ട് ഞാൻ പറയും 21 സീറ്റ്. അതിന്റെ കണക്കെന്താണെന്ന് ഞാൻ പത്രക്കാർക്ക് പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് പറഞ്ഞു തരാം. 21 സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇതെങ്ങോട്ടാണ് ഈ ആകാശവും പോകുന്നതെന്ന് വ്യക്തമായി വരച്ചു കുറിച്ച് പറഞ്ഞു തരാം. 40-45 സീറ്റിൽ നമ്മുടെ പിടികൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ അടുത്ത 2030 വാർഡുകളുടെ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒരു 40 വാർഡ് മാർക്ക് ചെയ്തു. അത് ഉണ്ണികൃഷ്ണൻ മാഷ് ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ആ 40 വാർഡുകളിൽ നിങ്ങൾക്ക് അപ്പോ ജയിച്ചു വന്നവർ, ജയിക്കാൻ സാധിക്കാതെ പോയവർക്ക് കൂടി എന്തെങ്കിലും തരത്തിലുള്ള സഹായം. നമുക്ക് ഇപ്പോ ഇവിടെ 2 നോമിനേറ്റഡ് എംപിമാരുണ്ട് രാജ്യസഭയിൽ, സദാനന്ദൻ മാസ്റ്ററും ശ്രീമതി PT ഉഷ. അതുപോലെ തന്നെ ഇളയരാജ സാറൊക്കെ ഒന്ന് വഴങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. സുധാമൂർത്തി അമ്മയോട് സംസാരിക്കും. ഈ ജയിക്കാൻ കഴിയാതെ പോയ അംഗങ്ങളുടെ വാർഡുകളിൽ അതിൽ തോറ്റെന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു, തോൽപ്പിക്കപ്പെട്ട വാർഡുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് ഇത് ഞാൻ തൃശ്ശൂരും പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തും പറഞ്ഞു. അപ്പൊ ഈ 40-45 മണ്ഡലങ്ങളിൽ വാർഡുകൾ നിങ്ങളുടെ ശാക്തീകരണ പ്രവർത്തനം കൂടി ജയിച്ചു വന്ന ഈ നഗരസഭയുടെ ഉത്തരവാദിത്വമാണെന്ന് എപ്പോഴും ഹൃദയത്തിലിരിക്കണം, ബുദ്ധിയിൽ വേണ്ട. രണ്ടിനും വ്യത്യാസമാണ്. അതും കൂടി കാത്തുസൂക്ഷിക്കും. കേന്ദ്ര പദ്ധതികൾ നമുക്ക് കമ്പ്യൂട്ടർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ സ്കീമുകളാണ്. അതിലെ ഏതൊക്കെ സ്കീമിലാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹായം ഇല്ലാതെ തന്നെ. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഈ അമൃത് സരോവർ പദ്ധതി നമ്മളതിലെ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഒരു മതിൽക്കെട്ടുമില്ലാതെ വികസനം അവർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു. അതിന്റെ ഗുണഭോഗം അവരുടെ അടുക്കളയിലെത്തുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ബാഗിലും അവരുടെ പഠന പ്രക്രിയകളിലേക്കും നേരിട്ടെത്തുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ മൻരേഗയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബസ്ഥർ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. എങ്ങനെ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇമ്മീഡിയറ്റ് ഡയറക്ട് ട്രാൻസാക്ഷൻ അവർ ബെനിഫിഷ്യറീസ് ആവുന്ന പദ്ധതികൾ ഒരുപാടുണ്ട്. അതിലൊന്ന് ഈ അമൃത് സരോവർ പദ്ധതിയാണ്. ഇവിടെ എത്ര ജലാശയങ്ങളാണ് അവിടെ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജലാശയത്തിൽ തന്നെ ചില വല മതിൽ തീർത്ത് അതിനകത്ത് മത്സ്യകൃഷി നടത്തി അവർക്ക് ഗുണമുട്ടില്ല. 6 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർവെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമുക്ക് ജയിക്കാൻ സാധ്യതയില്ലാതെ പോയ അല്ലെങ്കിൽ തോൽപ്പിക്കപ്പെട്ട കൌൺസിലേഴ്സിന് ഇതിനു വേണ്ടിയെല്ലാം കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അവരെല്ലാം ഇനി 5 വർഷം വോട്ട് ചോദിച്ചു നടക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, വോട്ട് ചോദിക്കാതെ 5 വർഷം കഴിഞ്ഞ് വോട്ട് യാചിക്കാതെ അവരുടെ പെട്ടിയിലേക്ക് വോട്ട് വന്ന് വീഴുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ സത്യത്തിൽ നിങ്ങളെ ഇരുത്തി പറയേണ്ടതല്ല, പക്ഷെ ഞാൻ 2 സഭയാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ഇവിടെ കണ്ടസ്റ്റ് ചെയ്ത് അത്രയും സ്ഥാനാർത്ഥികൾ ജയിക്കാൻ പറ്റാതെ പോയത്, പിന്നെ പാർട്ടിയുടെ നേതാക്കൾ ഇത്രയും ദൈവമായിട്ട് ഒരു പ്രത്യേക സഭയും കൂടി ഞാൻ ആവശ്യപ്പെട്ടു. അവിടെ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞത്. എന്തായാലും നമുക്ക് വിപുലമായിട്ട് 1-2 തവണയും കൂടി ഇരിക്കാം.
തൽക്കാലം ഇത്രയൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ തോന്നുന്നു. പക്ഷെ എന്നാൽ കുറച്ച് വഴി മാറി ഒന്ന് സഞ്ചരിക്കേണ്ടി വന്നു ഇടയ്ക്ക്. അത് പക്ഷെ നിങ്ങൾക്ക് ചിന്തനീയമായ ഗുണകരമായ ഒരുപാട് കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. തൃപ്പൂണിത്തറക്കാർക്ക് നന്മ വിരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, വിരിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.